സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 2, 2025 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ദിവസം. തിരുവനന്തപുരം നഗരവും വിഴിഞ്ഞം തുറമുഖവും അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു 2 ദിവസമായിട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടന കർമ്മത്തെപ്പറ്റിയുള്ള വീഡിയോ അല്ല ഇത്. ഉദ്ഘാടന സമയത്ത് എനിക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിക്കും ഈ ചടങ്ങിനും തുറമുഖത്തിനും സംരക്ഷണം നൽകാൻ എത്തിയ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ, ഇതിനു പുറമെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും ഫാസ്റ്റ് പട്രോളിംഗ് ബോട്ടുകൾ വേറെയുമുണ്ട്. ഇന്ത്യൻ നേവിയുടെ അന്തർവാഹിനിയും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അന്തർവാഹിനിയെ കാണാൻ പറ്റില്ലല്ലോ. ആകാശം മേഘാവൃതമാണെങ്കിലും കടലും ചക്രവാളവും വളരെ ക്ലിയർ ആണ്. മനോഹരമായ കാഴ്ച. കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമായിരുന്നു അന്ന്. ആകാശത്ത് മഴമേഘങ്ങൾ നിറയുന്നു. വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുവാൻ വേണ്ടി പുറംകടലിൽ വെയിറ്റ് ചെയ്യുന്ന MSCയുടെ റോബർട്ട 5 എന്ന ഫീഡർഷിപ്പ്. പുറംകടലിൽ നിന്നും വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുവാൻ വേണ്ടി കപ്പൽചാലിലേക്ക് വരുന്ന MSCയുടെ ടൈഗർ F എന്ന ചെറിയ ഫീഡർഷിപ്പ്. 154.5 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും. 1200 TEU ശേഷിയേ ഉള്ളൂ. വളരെ ചെറുതാണ്. വളരെ കുറച്ച് കണ്ടെയ്നറുകൾ മാത്രമേ കപ്പലിൽ ഉള്ളൂ. വിഴിഞ്ഞത്ത് നിന്നും ധാരാളം കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ കാണും. ഇതാണ് MSCയുടെ സെലസ്റ്റിനോ മരസ്ക എന്ന അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ തുറമുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിച്ച ഭാഗ്യവാൻ. ചരിത്രത്തിൽ ഇടം നേടിയ കപ്പൽ ഷെൻഹുവ 15 എന്ന ഹെവി ലിഫ്റ്റ് വെസൽ 2023 സെപ്റ്റംബർ 6 ആദ്യ ബാച്ച് ക്രെയിനുകളുമായി വിഴിഞ്ഞത്തെത്തി ആദ്യം ചരിത്രത്തിൻ്റെ ഭാഗമായി. പിന്നീട് 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ എന്ന കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ കണ്ടെയ്നർ വെസൽ എന്ന ഖ്യാതി നേടി ചരിത്രത്തിൻ്റെ ഭാഗമായി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണല്ലോ. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ നട്ടെല്ലാകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിനും വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സെലസ്റ്റിനോ മരസ്ക 399.9 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയും 24,116 TEU ശേഷിയുമുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ്. 2023 ചൈനയിലെ ഹുഡോങ് ഷോൻഹുവ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി നിർമ്മിച്ച കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കണ്ടെയ്നർ ടെർമിനലും യാർഡ് ക്രെയിനുകളും. കപ്പലിൻ്റെ മുകളിൽ കാണുന്നത് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, ക്വേക്ക് ക്രെയിൻ എന്നും പറയും. സെലസ്റ്റിനോ മരസ്കയുടെ ഹള്ളിനുള്ളിലെ കണ്ടെയ്നർ ഹാച്ചുകൾക്ക് മുകളിലെ ലിഡ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു മാറ്റുന്നു. വളരെ ഭാരം കൂടിയതാണ് ഈ ലിഡ്. സെലസ്റ്റിനോ മരസ്കയുടെ ഫണലിനുള്ളിലെ പുകക്കുഴലിൽ നിന്നും പുറത്തുവരുന്ന പുക. പുതിയ പൊല്യൂഷൻ തീരെ കുറഞ്ഞ കപ്പലുകളിൽ പുകയൊക്കെ ശുദ്ധീകരിച്ച് വേർതിരിച്ച നീരാവി മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. സെലസ്റ്റിനോ മരസ്കയുടെ ബ്രിഡ്ജിന്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചു. റഡാറും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുമൊന്നും കാണാൻ പറ്റുന്നില്ല. അവ ക്രെയിനുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. അതായത് കപ്പലിന് വളരെ ഉയരം കൂടുതലാണ്. ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ ബോകളേക്കാൾ ഉയരത്തിലാണ് റഡാറും മറ്റും സ്ഥിതി ചെയ്യുന്നത്.
സെലസ്റ്റിനോ മരസ്കയുടെ കണ്ടെയ്നർ ഹാച്ചുകളിലിരിക്കുന്ന കണ്ടെയ്നറുകൾ. കപ്പലിൽ നിന്നും പോർട്ടിലെ ബെർത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള സ്റ്റെയർ. പോർട്ടിലേക്ക് വരുമ്പോഴും തിരികെ പോകുമ്പോഴും പൈലറ്റ് ടഗിൽ നിന്നും ഷിപ്പിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഈ സ്റ്റെയറുകളിലൂടെയാണ്. സെലസ്റ്റിനോ മരസ്കയുടെ പിൻഭാഗവും വടം ഉപയോഗിച്ച് മൂറിംഗ് നടത്തിയിരിക്കുന്നതും കാണാം. പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന MSC ടൈഗർ എഫിനടുത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഡോൾഫിൻ 28 എന്ന ടഗ്. ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഡോൾഫിൻ 41 എന്ന പൈലറ്റ് ബോട്ടും കൂടെയുണ്ട്. ആകാശം മേഘാവൃതമാകുന്നത് കണ്ടോ? റെഡ് അലർട്ട് ആണല്ലോ. കരയ്ക്ക് മുകളിലാണ് കാർമേഘം ഉരുണ്ടുകൂടുന്നത്. പിന്നീട് അതിശക്തമായ മഴ പെയ്യുകയുണ്ടായി. സൂം ഡെസ്റ്റിനി ചാനലിൽ മുൻപ് മഴ സമയത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പേരും ആ വീഡിയോ ഒന്ന് കാണുക. മനോഹരമായിരുന്നു അന്നത്തെ ആ കാഴ്ച. ബാക്ക്ഗ്രൗണ്ടിൽ ക്രെയിനുകൾ അൺലോഡ് ചെയ്ത ശേഷം മഴയും കാറ്റും ശമിക്കുന്നത് കാത്തുകിടക്കുന്ന ഷിൻഹുവ കപ്പലും ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ. MSC ടൈഗർ എഫ് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നു. അടിപൊളി കാഴ്ച. കപ്പൽ നീങ്ങിപ്പോകുന്നത് കാണാൻ നല്ല രസം. ടൈഗർ എഫിന് പിന്നിലായി പുറംകടലിൽ കിടക്കുന്ന മറ്റൊരു കപ്പൽ തെളിഞ്ഞു വരുന്നത് കണ്ടോ? ട്രേഡർ എന്ന മറ്റൊരു ഫീഡർ ഷിപ്പാണത്. 166 മീറ്റർ നീളവും 25.5 മീറ്റർ വീതിയും 1002 TEU ശേഷിയുമുള്ള ഫീഡർ ഷിപ്പ്. വലതുവശത്തായി ഡെക്ക് ബാർജിനെയും കാണാം. അന്തരീക്ഷം കൂടുതൽ മേഘാവൃതമാകുകയാണ്. കോസ്റ്റൽ പോലീസിന്റെ ഒരു സ്പീഡ് ബോട്ട്. പോർട്ടിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയതാണ് ഈ സ്പീഡ് ബോട്ട്. ഈ സ്പീഡ് ബോട്ടിനെ മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. ഇതുപോലത്തെ വേറെ സ്പീഡ് ബോട്ടുകളിൽ കോസ്റ്റൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പിന്നിൽ ടൈഗർ എഫിനെയും കാണാം. പോർട്ടിലെ വാച്ച് ടവറാണ് ചുവപ്പും വെളുപ്പും നിറത്തിൽ കാണുന്നത്. കോസ്റ്റൽ പോലീസിന്റെ പട്രോൾ ബോട്ട് വടക്കു ദിശയിൽ സഞ്ചരിക്കുകയാണ്. മനോഹരമായ ദൃശ്യം. ടൈഗർ എഫ്
കപ്പൽ ചാലിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ടഗുമായി വടം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? കടൽ വെള്ളത്തെ തള്ളിമാറ്റിയുള്ള വരവ് ഗംഭീരം. ടൈഗർ എഫിന്റെ ബുൾബോസിന്റെ പകുതിയോളം ഭാഗം ജലോപരിതലത്തിന് മുകളിൽ കാണാം. ട്രേഡർ എന്ന ഫീഡർ ഷിപ്പ്, വലതുവശത്ത് ഡെക്ക് ബാർജ്. വിഴിഞ്ഞം പോർട്ടിന്റെ 2ഉം 3ഉം ഫേസുകൾ ഒരുമിച്ച് 2028 പണി പൂർത്തിയാക്കുമെന്ന് അദാനി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഫേസ് 1ന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ ഫേസ് 2ന്റെയും 3യുടെയും പണി ആരംഭിക്കും. അന്തരീക്ഷം വളരെ പെട്ടെന്നാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട ഇരുണ്ട കാർമേഘങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. രണ്ട് ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ ടൈഗർ എഫ് പോർട്ടിലേക്ക് വരുന്നു. ഇതുപോലത്തെ ചെറിയ ഫീഡർ ഷിപ്പുകളിലേക്ക് പൈലറ്റുമാർക്ക് കയറാനും തിരികെ ഇറങ്ങാനും എളുപ്പമാണ്. ഉയരം കുറവാണല്ലോ. സെലസ്റ്റിനോ മെരിസ്കായുടെ അടുത്തേക്ക് ടൈഗർ എഫ് എത്തുമ്പോൾ ഇവ തമ്മിലുള്ള സൈസ് വ്യത്യാസം അറിയാം. സെലസ്റ്റിനോ മെരിസ്ക ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ കണ്ടെയ്നർ ഷിപ്പുകളുടെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ടൈഗർ എഫ് ഏറ്റവും ചെറിയ ഫീഡർ ഷിപ്പുകളിൽ പെടുന്നത്. ടൈഗർ എഫിൻ്റെ ബ്രിഡ്ജും അതിനുള്ളിലെ സ്റ്റാഫുകളെയും കാണാം. കപ്പലിൻ്റെ ബ്രിഡ്ജിനെ പറ്റി ആൾ അബൌട്ട് ഷിപ്സ് ബ്രിഡ്ജ് എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടി കാണുക. വിഴിഞ്ഞം പോർട്ടിൻ്റെ കണ്ടെയ്നർ ടെർമിനൽ. സെലസ്റ്റിനോ മെരിസ്ക. വിഴിഞ്ഞത്തെ കപ്പലുകളുടെ പുൾ ടെസ്റ്റ് ഫെസിലിറ്റിയുടെ ഗ്രില്ലുകൾക്കിടയിലൂടെ റോബർട്ട 5 ഒന്ന് നോക്കാം. റോബർട്ട 5 ടൈഗർ എഫിനേക്കാളും ട്രേഡറിനേക്കാളും വലിയ ഷിപ്പാണ് റോബർട്ട 5. വിഴിഞ്ഞം കടൽ തീരത്ത് ആകാശം വീണ്ടും ഇരുണ്ടു. ശക്തമായ തിരമാലയും. മുറുകിനായി കപ്പലിനെ വന്നതിന് എതിർദിശയിലേക്ക് തിരിക്കുന്ന മെനൂവറിംഗ് ആരംഭിച്ചു. കറുത്ത പുക വരുന്നത് കണ്ടോ? 2003 നിർമ്മിച്ച കപ്പലാണ്. 22 വർഷം പഴക്കമുണ്ട്. അന്നത്തെ ടൈഗർ തന്നെയായിരുന്നിരിക്കും. ശക്തമായ തിരമാല കണ്ടോ?
കപ്പലിനെ വന്നതിന് എതിർദിശയിലേക്ക് ടഗുകൾ വലിച്ച് തിരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പിന്നിലെ ടഗുമായി ബന്ധിപ്പിച്ച വടം മുറുകുന്നത് കണ്ടോ? പുലിമുട്ടിനുള്ളിലെ ഓളത്തിൽ കപ്പൽ മെല്ലെ ഉയർന്നു താഴുന്നത് കണ്ടോ? ചെറിയ കപ്പലായതുകൊണ്ടാണിത്. കണ്ടെയ്നറുകളും കുറവാണല്ലോ. വലിയ കപ്പലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. കപ്പലിന്റെ ബുൾബോവസും പുലിമുട്ടിലെ ഹെക്സാപോഡുകളും തമ്മിൽ താരതമ്യം ചെയ്താൽ കപ്പലിന്റെ വലതുവശത്തേക്ക് നീങ്ങുന്നതായി കാണാം. കപ്പൽ ഇപ്പോഴും ഉയർന്നു താഴുന്നു. തിരിയുന്നത് കണ്ടോ? മുന്നിൽ MSC എന്നെഴുതിയിരിക്കുന്നതിന് തൊട്ട് മുകളിൽ ഒരു സ്റ്റാഫ് നിൽക്കുന്നത് കണ്ടോ? ബ്രിഡ്ജും അകത്ത് നിൽക്കുന്ന ആളിനെയും കാണാം. ബ്രിഡ്ജിന്റെ ഗ്ലാസുകൾ ബുള്ളറ്റ് പ്രൂഫും ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവയും ആണ്. കപ്പൽ തിരിക്കുന്ന പ്രക്രിയയിൽ എന്തോ മാറ്റം വരുത്തി എന്ന് തോന്നുന്നു. അടിയുടെ 2 കണ്ടെയ്നറുകൾ ഒരുമിച്ച് ലോഡ് ചെയ്യുന്നത് കണ്ടോ? 2 കണ്ടെയ്നറുകളുടെയും നിറം വേറെയാണ്, ബ്രൗണും മഞ്ഞയും. യാർഡിലെ CRMG ക്രെയിനുകൾ. CRMG എന്നാൽ കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി ക്രെയിൻ എന്നാണ്. A, B, C, D, E എന്നിങ്ങനെ 5 നിരകളിലായാണ് ക്രെയിനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. CRMG C04 എന്ന ക്രെയിൻ മൂവ് ചെയ്യുന്നു. അതായത് കപ്പൽ കിടക്കുന്ന ബെർത്തിൽ നിന്നും പിന്നിലേക്ക് 3ാമത്തെ നിരയിൽ 4ാമത്തെ ക്രെയിൻ. ക്രെയിനിൽ മഞ്ഞ നിറത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടെയ്നറുകളെ ലോക്ക് ചെയ്ത് ഉയർത്തുന്നതിനുള്ള സ്പ്രെഡർ എന്ന യന്ത്രമാണ്. മുകളിൽ 5 ലെയർ ആയാണ് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കിയിരിക്കുന്നത്.
പല യാർഡ് ക്രെയിനുകളിലായി സ്പ്രെഡറുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? CRMG A04 എന്ന യാർഡ് ക്രെയിൻ എത്തി. കാൻഡിലിവറിനെ പറ്റിയും യാർഡ് ക്രെയിനുകളെ പറ്റിയും മുൻപത്തെ വീഡിയോകളിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുക. ട്രേഡർ എന്ന ഫീഡർ ഷിപ്പ്. നമ്മുടെ മിറാജ് അല്ലെങ്കിൽ മരീചിക എന്ന പ്രതിഭാസം കാരണമാണ് ട്രേഡർ എന്ന ഫീഡർ ഷിപ്പ് വളഞ്ഞു പുളയുന്നത് പോലെ തോന്നുന്നത്. മാത്രമല്ല, കടലിൽ നിന്നുമുയരുന്ന നീരാവിയും ട്രേഡറും ഞാനും തമ്മിലുള്ള ദൂരവ്യത്യാസവുമൊക്കെ ഈ വിഷ്വലിനെ ബാധിച്ചിട്ടുണ്ട്. സൂം ചെയ്താണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വലതുവശത്ത് മേഘങ്ങൾ കനത്തു വരുന്നു. മനോഹരമായ ദൃശ്യം. ലൈറ്റ് ഹൗസും ദൂരെ കാണാം. പോർട്ടിന് അടുത്ത് അന്തരീക്ഷം മാറിയത് കണ്ടോ? ആദ്യം മുൻഭാഗത്തെ വലിച്ച് കപ്പലിനെ വന്നതിന് എതിർദിശയിലേക്ക് തിരിക്കാൻ ശ്രമിച്ചു എങ്കിൽ ഇപ്പോൾ പിൻഭാഗത്തെ വലിച്ചാണ് കപ്പലിനെ തിരിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ കപ്പലിന്റെ പിൻഭാഗത്തെയാണ് വലിച്ചു നീക്കാൻ ടഗുകൾ ശ്രമിക്കുന്നത്. തിരിയുന്നത് കണ്ടോ? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ C-441 എന്ന പട്രോൾ ബോട്ട് കടന്നുപോകുന്നു. ചെറിയ കപ്പൽ ആയതുകൊണ്ടാണ് വേഗത്തിൽ തിരിക്കാൻ പറ്റുന്നത്. സാധാരണയായി വലിയ കപ്പലുകൾ ആണെങ്കിൽ 3-4 ടഗുകൾ ചേർന്നായിരിക്കും മെനൂവറിംഗ് നടത്തുന്നത്. കപ്പലിന്റെ പിന്നിലത്തെ ടഗ് വലിക്കുകയും മുന്നിലത്തെ ടഗ് തള്ളുകയുമാണ്. മനോഹരമായ ദൃശ്യം. ഒരു സ്പീഡ് ബോട്ട്.
സെലസ്റ്റിനോ മരിസ്കായും ടൈഗർ എഫും തമ്മിലുള്ള സൈസ് വ്യത്യാസം നോക്കൂ. വമ്പനും കുഞ്ഞനും. സെലസ്റ്റിനോ മരിസ്കായ്ക്ക് 24,116 TEU ശേഷി എങ്കിൽ ടൈഗർ എഫിന് 1,200 TEU ശേഷിയേ ഉള്ളൂ. അതായത് ടൈഗർ എഫിൻ്റെ 20 ഇരട്ടിയോളം ശേഷിയുണ്ട് സെലസ്റ്റിനോ മരിസ്കായ്ക്ക്. ഏകദേശം പോർട്ടിൻ്റെ ബെർത്തുമായി നോക്കുമ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട് ടൈഗർ എഫ് ഇപ്പോൾ. കപ്പലിൻ്റെ മുൻഭാഗം അകന്നു പോകുന്നത് കണ്ടോ? ഇതൊക്കെ വളരെ പ്രിസൈസ് ആയി ചെയ്യേണ്ട പ്രോസസ്സാണ്. അടുത്തുള്ള കപ്പലിലോ ബെർത്തിലോ തട്ടാതെ വേണം ഈ മെനൂവറിംഗ്. ചെറിയ കപ്പൽ ആയതുകൊണ്ട് ബ്രിഡ്ജിന് പിന്നിൽ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടെയ്നർ ഹാച്ചുകളുമില്ല. ലൈഫ് ബോട്ട് കണ്ടോ? പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന വിധമാണത്. മുകളിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ കണ്ടോ? രണ്ട് ടഗുകളും ചേർന്ന് കപ്പലിനെ തള്ളുകയാണ്. മറ്റൊരു സ്പീഡ് ബോട്ട്. ടഗുകൾ ടൈഗർ എഫിനെ തള്ളി സെലസ്റ്റിനോ മരിസ്കായ്ക്ക് മുന്നിലെ ബെർത്തിലേക്ക് കൊണ്ടുപോകുന്നു. സെലസ്റ്റിനോ മരിസ്കായെ 1-ാം നമ്പർ ബെർത്തിലാണ് mooring ചെയ്തിരിക്കുന്നത്. ടൈഗർ എഫും ടഗുകളും ഒരേപോലെ നീങ്ങുന്നത് കണ്ടോ? ബെർത്തിന് പാരലലായി തിരിയുന്നുമുണ്ട്. അടിപൊളി.
ഈ ആക്ടിവിറ്റീസ് കാണാൻ നല്ല രസമാണ്. ചെറിയ കപ്പൽ ആയതുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു. ടൈഗർ എഫ് സെലസ്റ്റിനോ മരസ്കായ്ക്ക് മുന്നിലെ ബെർത്തിന് അടുത്തെത്തി. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്നത്. അക്കാര്യത്തിൽ സ്വന്തം റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. സ്പ്രെഡറുകൾക്ക് മുകളിലെ ക്യാബിനുകൾ ക്രെയിനിന്റെ ബോയിലൂടെ നീങ്ങുന്നു. ബോയിലെ ക്യാബിനുകൾ ഒരു കണ്ടെയ്നർ ഉയർന്നു വരുന്നു. ആ കണ്ടെയ്നർ ആടി ഉലയുന്നത് കണ്ടോ? വളരെ ഫാസ്റ്റായി മൂവ് ചെയ്തത് കൊണ്ടാണത്. സെലസ്റ്റിനോ മരിസ്കായുടെ ബ്രിഡ്ജ് വിങ്. ഏതു സമയവും മഴ തുടങ്ങാം. ടൈഗർ എഫ് ഏകദേശം ബെർത്തിനോടടുത്തു. അധികം താമസിയാതെ സെലസ്റ്റിനോ മരസ്കായുടെ മുന്നിലേക്ക് മറയും ടൈഗർ എഫ്. ടഗുകൾ പിന്നിലേക്ക് മാറിയിരിക്കുന്നു. ബെർത്തിനോടടുക്കുമ്പോൾ ടൈഗർ എഫിനെ പിടിച്ചു നിർത്തണമല്ലോ. ടഗുകൾ ടൈഗർ എഫിന്റെ മൂവ്മെന്റിനെ നിയന്ത്രിക്കുന്നത് കണ്ടോ? ബർത്തിൽ ചെന്നിടിക്കാതെ പിടിച്ചു നിർത്തുകയാണ്. അതിനുശേഷം മെല്ലെ തള്ളി ബെർത്തിനോട് അടുപ്പിക്കും. വീണ്ടും ഒരു സ്പ്രെഡർ കടന്നു വരുന്നു. സ്പ്രെഡർ താഴേക്ക് പോയി. മുന്നിലും പിന്നിലുമായി കിടക്കുന്ന കപ്പലുകൾ തമ്മിലുള്ള സൈസ് വ്യത്യാസം. ടഗുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കണ്ടോ? വിഴിഞ്ഞം പോലെ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആകാൻ പോകുന്ന തുറമുഖത്ത് തീർച്ചയായും ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം സ്ഥിരമായി വേണം. പോർട്ടിന്റെ പണി പൂർത്തിയാകുമ്പോൾ നേവിക്കും കോസ്റ്റ് ഗാർഡിനുമൊക്കെ ബെർത്തുണ്ടാവും. എങ്കിലും ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ മുതൽ നേവിയുടെ സാന്നിധ്യം ആവശ്യമാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയുമൊക്കെ കണ്ണിലെ കരടായിരിക്കും വിഴിഞ്ഞം തുറമുഖം.
കാർമേഘം നിറഞ്ഞപ്പോൾ കടലിലെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക വൈബ്. തിരുവനന്തപുരം ഉൾപ്പെടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മഴ തുടങ്ങുന്നതിന് മുന്നേ തിരികെ വീട്ടിലെത്താമെന്ന് കരുതി. പക്ഷേ നടന്നില്ല. വഴിയിൽ കുറച്ചുനേരം വണ്ടി നിർത്തിയിടേണ്ടി വന്നു. NH 66-ൽ കോവളം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.